അഭിഷേകമുള്ളവന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ കടന്നു വരും, പക്ഷെ അവൻ അതിനെ ജയിച്ചിരിക്കും. എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ അഭിഷേകമുണ്ടോ ഇല്ലയോ എന്നുള്ള സത്യം? നമ്മുടെ മുമ്പിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ഉള്ളിൽ അഭിഷേകമുണ്ട്, നമ്മൾ അതിനെ ജയിക്കുവാൻ പോകുന്നു. അഭിഷേകമില്ലാത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ വിഷയങ്ങളും പ്രതികൂലങ്ങളും ഒന്നും കടന്നു വരണമെന്നില്ല. ഇന്ന് പകലിൽ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഡിഫറൻറ്റാ, നിങ്ങൾ വ്യത്യസ്തരാ, നിങ്ങൾ യുണീക്കാ. കാരണം എന്തെന്നോ, നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകമുണ്ട്. നിങ്ങളെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത്, നിങ്ങളെ ആക്കിയിരിക്കുന്നത് ആ അഭിഷേകമാണ്. ആ അഭിഷേകം വീണതുകൊണ്ട് മാത്രമാണ്, ആ അഭിഷേകത്തിന്റെ പുതപ്പ് നിങ്ങളുടെ മേൽ വീണതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നത്. അതെ, ശമൂവേൽ എന്ന് ദാവീദിനെ അഭിഷേകം ചെയ്തു, അന്ന് മുതൽ ദാവീദ് വ്യത്യസ്തനായി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ദാവീദ് വിഷയങ്ങളെ തരണം ചെയ്യും. അതിനോടൊപ്പം തന്നെ ദാവീദിന് മുമ്പിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നു. ആദ്യത്തെ വിഷയമായിരുന്നു ഗോലിയാത്ത്. അഭിഷേകത്തിന് ശേഷം ഗോലിയാത്തിന്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ദാവീദിന് ഒരിക്കലും ഗോലിയാത്തിനെ ജയിക്കുവാൻ സാധിക്കത്തില്ല. 1 ശമൂവേൽ 17:4 ഇങ്ങനെ വായിക്കുന്നു, ഗോലിയാത്തിനെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്നു: അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പുള്ളവൻ ആയിരുന്നു. ആ ഗോലിയാത്തിന് മുമ്പിൽ ദാവീദ് ഒരു പിഞ്ചു കുഞ്ഞ, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ ദാവീദ്. പക്ഷേ ദാവീദ് എങ്ങനെ ചെന്നത്? ധൈര്യത്തോടെ ചെന്നു. എങ്ങനെ ആ ധൈര്യം ലഭിച്ചത്? ആ അഭിഷേകത്താൽ ആ ധൈര്യം ലഭിച്ചു. ദാവീദ് 5 കല്ലും ആ കവിണയായിട്ടാണ് ആ ഗോലിയാത്തിനെ നേരിടാൻ ചെന്നത്. എന്തു സംഭവിച്ചു? ആ അഭിഷേകത്തോടെ ആ ശത്രുവിനെ നിലം പരിശാക്കി കഴിഞ്ഞു. അതെ, അഭിഷേകത്തോടെ കടന്നു എന്ന് ആ ഗോലിയാത്തിന്റെ മേൽ ജയമെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നു, എത്ര വലിയ ഗോലിയാത്ത് പോലുള്ള വിഷയമായിരുന്നാലും, മഹാപർവ്വതം പോലെയുള്ള വിഷയമായിരുന്നാലും, വിശ്വസിച്ചാട്ടെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങൾക്ക് ജയത്തെ കൽപ്പിച്ചാക്കുവാൻ പോകുന്നു. അതെ, നിങ്ങൾ ആ ഗോലിയാത്തിന് മുമ്പിൽ തോറ്റു പിന്മാറേണ്ട വരത്തില്ല. ഗോലിയാത്തിന്റെ സൈസ് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ദാവീദിന് ഗോലിയാത്തിനെതിരെ നീങ്ങുവാൻ സാധിക്കത്തില്ല. പക്ഷേ അഭിഷേകമാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തത്. ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ അഭിഷേകമാണ് കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യുവാൻ പോകുന്നത്. അതെ, നിങ്ങൾ ആ പ്രശ്നത്തിന്മേൽ തകർന്നു പോകത്തില്ല. നിങ്ങൾ ആ പ്രശ്നത്തിന്മേൽ ജയമെടുക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു. അതെ, അഭിഷേകമാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നത്. നിങ്ങളെ ഭയപ്പെട്ടിരിക്കേണ്ട, നിങ്ങൾ വിചാരപ്പെട്ടിരിക്കേണ്ട. ഏത് വിഷയമാണ് ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു ആ വിഷയത്തെ നിങ്ങൾ മറികടന്നിരിക്കും. നിങ്ങൾ ജയമെടുത്തിരിക്കും. വിശ്വസിച്ചാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് അതെ നിങ്ങളോട് ആലോചന അറിയിക്കുന്നു. ഗീവപ്പ് ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അഭിഷേകത്തിനെ ലിമിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം അതെ നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വിഷയത്തിനെ കവർ ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നതാ. വിശ്വസിച്ചാട്ടെ നിങ്ങൾ ഇന്ന് പകലിൽ ആ ജയം കാണുവാൻ പോകുന്നു. ഈ വചനത്താൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു.